ഹലോ ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ കുക്കിംഗ് ആണ് പാസ്ത മേക്കിങ്. എനിക്കിതുണ്ടാക്കാനായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ മൊത്തത്തിൽ തോൽവിയാണല്ലോ, ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലോ എന്നുള്ളത്. അങ്ങനെയല്ല, എൻ്റെ ലൈഫിൽ വിജയകരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ഉപദേശം കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ അപ്പക്കുട്ടനാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പാസ്ത. ഞാൻ മുന്നേ ഒരു പ്രാവശ്യം പാലൊക്കെ ഒഴിച്ചുണ്ടാക്കി നോക്കിയിട്ട് മധുരം കൂടിപ്പോയ കാരണം എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേ പിന്നെ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. കാരണം ഈ പാസ്ത മസാല എന്ന് പറയുന്നത് നാട്ടിലെ കിട്ടുള്ളൂ. ഇവിടെ അങ്ങനത്തെ മസാല ഞാൻ കണ്ടിട്ടില്ല, വാങ്ങിച്ചിട്ടുമില്ല. പിന്നെ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ അപ്പുക്കുട്ടൻ ഇതുണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു 4:30 കഴിഞ്ഞതിന് ശേഷമാണ് ഇതുണ്ടാക്കുന്നത്. വൈകുന്നേരം ഇപ്പോൾ ചെറിയൊരു വിശപ്പ്, ചെറുതായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും. എന്നാൽ നമുക്ക് നൈറ്റ് ആകുമ്പോൾ ഫുഡ് കഴിക്കുകയും വേണം, മെസ്സിൽ പോയിട്ട് അധികം ആവരുത് എന്നുള്ള രീതിക്ക് ഒരു സ്നാക്സ് എന്നുള്ള രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പുക്കുട്ടനാണ് എൻ്റെ ഇവിടുത്തെ ഷെഫ്. ആദ്യം ഇത് തിളച്ച വെള്ളത്തിനകത്ത് കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. അപ്പേനെ ഇത് വെന്തൊന്ന് സെറ്റാവും. അതിന് ശേഷമാണ് നമ്മൾ മസാലയൊക്കെ മൂപ്പിച്ച് അതിനകത്തേക്ക് ഇടുന്നത്. സാധനങ്ങളുടെ അഭാവം മൂലം അപ്പുക്കുട്ടനുള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൽ അവൾക്കൊരു പ്രത്യേക കഴിവ് തന്നെയാണ് ഉണ്ട്. ഞാൻ പുകഴ്ത്താതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് പുള്ളിക്കാരി പറ്റുന്ന രീതിയിൽ ടേസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. അതൊരു പ്രത്യേക കഴിവ് തന്നെ. എന്നെ കൊണ്ടൊന്നും അതൊന്നും പറ്റത്തില്ല. തന്നെയല്ല, എനിക്ക് വീട്ടിൽ നിന്നാലാണ് കുറച്ചും കൂടെ ഇതായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ എൻ്റെ ശ്രദ്ധയൊക്കെ പോകും, ഫുള്ള് കൺഫ്യൂഷനാവും. പിന്നെ ഒരു മൂടൊക്കെ വേണമല്ലോ ഉണ്ടാക്കണമെങ്കിൽ. സാധാരണ ഞാൻ ഇത്തരത്തിലുള്ള റിസ്ക്കുകളൊന്നും എടുക്കാറില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ ഞാനത് ട്രൈ ചെയ്യാറില്ല. മീൻകറി തന്നെ ഇത്ര കാലമായിട്ട് ഇപ്പോഴാണൊന്ന് സെറ്റായി വരണത്. അപ്പത്തെ മനസ്സിലായിട്ടുണ്ടാവില്ല എൻ്റെ കുക്കിങ്ങിനെ പറ്റിയുള്ള കഴിവ്. പുള്ളിക്കാരി ഉണ്ടാക്കി തന്ന് പ്ലേറ്റിലേക്കൊക്കെ സെർവ് ചെയ്ത് ഞാനൊരു 2 സ്പൂണ് കഴിക്കാമെന്ന് എഴുതി എടുത്ത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു പോയായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തക്കാളിയുടെ അഭാവമൊക്കെ ഉണ്ട്. പിന്നെ പുള്ളിക്കാരി എന്തൊക്കെയോ പറഞ്ഞു, കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന്. ഞാനാണെങ്കിൽ വേഗം എടുത്ത് വീഡിയോ പിടിക്കാനുള്ള ആക്രാന്തം മൂലം എടുത്ത് വായിലേക്ക് ഇട്ടതാണ്. വായ ചെറുതായിട്ടൊന്ന് പൊള്ളിപ്പോയി. നല്ല ചൂടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.